ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇന്ന് എന്ത് കറിയാണ് വെക്കുക എന്ന് അങ്ങനെ ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. എന്ത് എളുപ്പമുള്ള കറിയാണ് ഇന്ന് വെക്കാൻ പറ്റുക എന്നാണ് മിക്കവരും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു കറിയാണിത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പരിപ്പെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിലടിച്ച് എയറെല്ലാം പോയി വരുമ്പോൾ തന്നെ പരിപ്പ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. ഇപ്പോൾ ഈ കറിയിലേക്ക് വളരെ കുറച്ച് നാളികേരം മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഞാനിവിടെ ഒരു 1/2 കപ്പിന് കുറച്ച് കുറവായിട്ടുള്ള നാളികേരം ചിരകിയതാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നന്നായി തന്നെ ഇത് അരഞ്ഞ് കിട്ടണം. ഇപ്പോൾ ഇവിടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലടിച്ചിട്ട് എയറൊക്കെ പോയി വന്നപ്പോൾ തന്നെ പരിപ്പ് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വേവാണ് പരിപ്പിന് വേണ്ടത്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാനായിട്ട് പരിപ്പ് പാടില്ല. അപ്പോൾ ഓരോ പരിപ്പും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, പരിപ്പ് ഒരുപാട് ഉടഞ്ഞു പോകുന്ന പരിപ്പാണെങ്കിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ കുറച്ച് എയർ കളയുക. അപ്പോൾ പരിപ്പ് ഈ വേവിന് കറക്റ്റായി കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇരുമ്പമ്പുളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 ഇരുമ്പമ്പുളി, മീഡിയം സൈസിലുള്ള ഒരു 15 ഇരുമ്പമ്പുളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം മീഡിയം പുളിയാണ് ഇപ്പോൾ ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് പുളി ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള പുളിക്കുള്ള ഇരുമ്പമ്പുളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, 15 എണ്ണം. അപ്പോൾ അതിങ്ങനെ വട്ടന അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മഞ്ഞ കളറുള്ള വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ 1.5 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടിയും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു വിസിൽ ഒന്നും കൂടിയും അടിക്കണം. അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വിസിൽ മുഴുവനായി തന്നെ കളയണം. അല്ലെങ്കിൽ പരിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ വിസിലടിച്ച് കഴിഞ്ഞാൽ ആ വിസിൽ കളയണം. ഇപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ഞാൻ വിസിലെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പരിപ്പൊന്നും അങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല. എന്നാൽ ഇരുമ്പമ്പുളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ നാളികേരം അരച്ച ഈ ജാറിൽ തന്നെ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്നതോട് കൂടി തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല ഒരു കളറും കൂടി വരും. അപ്പോൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ മുളക് പൊടി ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണിത്. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.